പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടി ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് അങ്കിൾ കുടുംബം, ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ എല്ലാവരും ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടി നടത്തപ്പെടുന്ന ദൈവവചന ചിന്ത എല്ലാവരും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കട്ടെ. അങ്ങനെ അവൻ ശബത്ത് ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗം നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ വീണ്ടും ദൈവജനവുമായി അടുത്തു വരുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണം. ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ശബത്ത് ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ശബത്ത് ലംഘിച്ചു. അതിൻ്റെ ലംഘിച്ചു എന്ന് പറയാനുള്ള കാരണം, യേശു ശബത്തിൽ എന്ത് ചെയ്തു? പള്ളിയിൽ പോയി അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി, ദീനക്കാരെ സൗഖ്യമാക്കി. യഹൂദന്മാർ പറയുന്നു, സൗഖ്യം വരുത്തുവാൻ 6 ദിവസമുണ്ടല്ലോ, 7-ാം ദിവസമായ ശബത്ത് നാളിൽ എന്തിന് സൗഖ്യമാക്കുന്നു? അവർ സൗഖ്യം ആകുന്നതല്ല അവരുടെ വിഷയം, ശബത്ത് ലംഘിച്ചു എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങളിൽ ഒരുവൻ്റെ ആടോ മാടോ കുഴിയിൽ വീണാൽ നിങ്ങൾ ശബത്ത് നോക്കാതെ അതിനെ കരയ്ക്ക് കയറ്റുകയില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവിടെ അങ്ങനെ അവൻ ശബത്ത് ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല. എങ്ങനെ? കർത്താവ് ശബത്തിൽ എന്ത് ചെയ്തു? ഒരു രോഗിയോട് 38 വർഷം ഏറിയ കാലം രോഗിയായി കിടന്ന അവൻ, ആ കുളക്കരയിൽ രോഗിയായി കിടന്ന അവൻ ശബത്ത് നാളിലാണ് എന്ത് ചെയ്തത്? സൗഖ്യമാകുവാനിടയായി തീർന്നത്. 38 ആണ്ട് കിടന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു? സൗഖ്യമായി. അങ്ങനെ അത് യഹൂദന്മാരുടെ ഇടയിൽ ശബത്തിൻ്റെ ലംഘനമായതുകൊണ്ട് യേശുവിനെ അവരെന്ത് ചെയ്തു? പലപ്പോഴും ഉപദ്രവിക്കുകയും കൊല്ലുവാനും ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ശബത്ത് ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. യഹൂദന്മാർ
യേശുവിനെ എന്ത് ചെയ്തു? ഉപദ്രവിക്കുവാൻ, കൊല്ലുവാൻ ശ്രമിച്ചു പോകുന്നു. എന്താ കാരണം? ഒന്ന്, ശബത്ത് ലംഘിച്ചു. രണ്ട്, ഏക ദൈവ വിശ്വാസികളായ യഹൂദന്മാർ അവർ വിശ്വാസത്തിന് അതീതമായി ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ എന്നുള്ള, ദൈവം എൻ്റെ പിതാവ് എന്നുള്ള ആ പദപ്രയോഗങ്ങൾ യഹൂദന്മാരുടെ ജീവിതത്തെ എന്ത് ചെയ്തു? മഹാരോക്ഷത്തിലേക്ക് നയിക്കുവാനിടയായി തോന്നുന്നു. കാരണം അവർ ഏകദൈവ വിശ്വാസികളാണ് യഹൂദന്മാർ. ആ ഏകദൈവ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു വന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഏകദൈവം എന്നവർ വിശ്വസിക്കുന്നു, ഏകദൈവമെന്നവർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ടതുപോലെയുള്ള ആ സത്യം യഹൂദന്മാർക്ക് എന്ത് കഴിഞ്ഞില്ല? ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്നുള്ള കാലങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് ആ യഹൂദന്മാരുടെ ഇടയിൽ സംഭവിച്ചിട്ട് പോലും ആ തിരുവെഴുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണ് എന്ത് ചെയ്തു? ആത്മീക കണ്ണ് കുരുടായിപ്പോയി. അങ്ങനെ യേശുവിനെ അവരെന്ത് ചെയ്തു? അവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ശബത്ത് ലംഘിച്ചത്. മറ്റൊന്ന്, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കിയത് കൊണ്ട്. മറ്റൊന്ന്, ജനങ്ങളെല്ലാം യേശുവിൻ്റെ പുറകെ പോകുന്നു, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ വഴികൾ പോയിപ്പോകുമെന്നുള്ള ചിന്തയൊക്കെ യഹൂദന്മാർക്കുള്ളത് കൊണ്ട് യേശുവിനെ അവരെന്ത് ചെയ്യുകയാണ്? കൊന്നുകളയാനായി ശ്രമിക്കുകയാണ്. ശബത്ത് ലംഘിച്ചു. ശബത്ത് എന്താണ്? ശബത്ത് ശബത്ത് യഹൂദന്മാരുടെ ആരാധനാ ദിവസമാണ്. ശബത്ത് ഒന്നാം ദിവസത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി, രണ്ടാം ദിവസത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി, മൂന്നാം ദിവസത്തെ സൃഷ്ടി, നാലാം ദിവസത്തെ സൃഷ്ടി, അഞ്ചാം ദിവസത്തെ സൃഷ്ടി, ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏഴാമത്തെ ദിവസം എന്ത് ചെയ്തു? ദൈവം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, 7-ാം ദിവസത്തിൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കണം, ശബത്ത് ദൈവത്തിൻ്റെ ശബത്ത് ആചരിക്കണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം അത് നിയമമായി എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം 7-ാം ദിവസത്തെ വിശുദ്ധ ദിവസമായി എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് ശബത്താചരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് യഹൂദന്മാരെല്ലാം ജാതികളായ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ജാതികളായവർ ശബത്ത് അനുസരിച്ചെങ്കിലേ ദൈവപ്രീതി ഉണ്ടാകൂ, ദൈവത്തിൻ്റെ കരുണയുണ്ടാകൂ എന്ന് വിശ്വസിച്ച് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ ശബത്തുകാരെന്നാണ് അറിയപ്പെടുന്നത്. ശബത്തുകാരെന്ന ഒരു വിഭാഗം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ശബത്ത് എന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിഭാഗമുണ്ടായി. നിരവധി വിഭാഗങ്ങളെ, ക്രിസ്തീയ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഞങ്ങളല്ല ശരിയെന്നല്ല. ഞങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ വേദപുസ്തകം എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഏതാണ് ശരിയായ സഭ എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറയുന്നു, ശബത്തുകാർ എന്ന ആ വിഭാഗം അത് സഭയുടെ ഭാഗമല്ല, സഭയുമല്ല, ഒരു
ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ ഒരു ഭാഗം അടർത്തി മാറ്റിയെടുത്തുകൊണ്ട് ശബത്ത് ആചരിക്കണമെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇവരുടെ ഉത്ഭവം എന്നാണ് ചോദിച്ചാൽ 1863 വില്യം വില്ല എന്ന ഒരു വ്യക്തിയാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. 1863 വില്യം വില്ല എന്ന ഒരു സായിപ്പാണ് എന്ത് ചെയ്തത്, വിദേശിയാണ് ഈ പ്രസ്ഥാനം എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ഇവരുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ 10 കൽപ്പനകൾ അനുസരിച്ചെങ്കിലേ രക്ഷയുള്ളൂ. 10 കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടല്ലോ. നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്നിങ്ങനെ പറയുന്ന 10 കൽപ്പനകൾ അനുസരിച്ചെങ്കിലേ രക്ഷയുള്ളൂ എന്ന് ഇവരെന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. 7-ാം ദിവസമായ ശനിയാഴ്ചയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അല്ലാത്ത ദിവസമെല്ലാം ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കരുതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച മാത്രമാണോ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്? അല്ല, എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എന്നാൽ പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ദൈവത്തെ ആരാധിച്ചത് എന്നായിരുന്നു, ശബത്ത് ദിവസമായിരുന്നു. അത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ്, സ്വന്തം ജനത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ആ ന്യായപ്രമാണത്തിന് മാറ്റം വന്നപ്പോൾ ശബത്ത് ആരാധന ജാതികൾക്ക് ഒരു ആചാരമല്ല, മറിച്ച് ജാതികളെ സംബന്ധിച്ചിടത്തോളം ശബത്ത് ആചരണം ആവശ്യമില്ലാതെ വന്നു. അവരുടെ പ്രവാചകനായ LNG വൈറ്റ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ബൈബിളിന് തുല്യമാണെന്ന് അവർ പഠിപ്പിച്ചു. ക്രിസ്തുവിന് ദൈവത്വം ഉണ്ട് എങ്കിലും ജഡാവതാരത്തിന് മുൻപ് ക്രിസ്തു മീഖായേൽ ആയിരുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന് ദൈവത്വമുണ്ട് എങ്കിലും ജഡാവതാരത്തിന് മുൻപ് ക്രിസ്തു ആരായിരുന്നു? മീഖായേൽ ആയിരുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. 5-ാമത്തെ കാര്യം, നിത്യ നരകമില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. നിത്യ നരകമില്ലെന്ന്. ദൈവം ആരാണ്? സ്നേഹവാനാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്നവനെയും ദൈവവചനം അനുസരിക്കാത്തവനെയും ദൈവവചനം അനുസരിക്കുന്നവനെയും എല്ലാം ദൈവം ഒരേ കാറ്റഗറിയിലാണ് കാണുന്നത്. അതുകൊണ്ട് നരകമില്ല എന്ന് അവരെന്ത് ചെയ്തു? പഠിപ്പിച്ചു. 10 കൽപ്പന മാത്രമാണ് ദൈവത്തിൻ്റേത്. മറ്റു പ്രമാണങ്ങളെല്ലാം മോശയുടേതാണ്. മോശയുടെ പ്രമാണങ്ങൾക്ക് മാറ്റം വന്നു, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾക്ക് മാത്രം മാറ്റം വന്നില്ല. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ ദൈവത്തിൻ്റെ ന്യായപ്രമാണമായിട്ടാണ്, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥമായിട്ടാണ് കാണുന്നത്. മോശയാണ് രേഖപ്പെടുത്തിയതെങ്കിലും എഴുതിയതെങ്കിലും അത് മോശയുടെ എഴുത്തല്ല, മോശയുടെ പുസ്തകമല്ല, മോശയുടെ ആശയമല്ല. പിന്നെ ദൈവം നൽകിയ ആലോചനകൾ, ദൈവം നൽകിയ ആ ദൂതുകൾ മോശ രേഖപ്പെടുത്തിയെന്നേയുള്ളൂ. അപ്പോൾ ശബത്തുകാർ പറയുന്നത് 10 കൽപ്പന മാത്രം ദൈവത്തിൻ്റെ, മറ്റ് ഇതരമായിരിക്കുന്ന എഴുത്തുകളെല്ലാം മോശയുടേതാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ. പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പന കൊടുക്കുന്നു, ആവർത്തന പുസ്തകത്തിൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ആവർത്തിക്കുന്നു 10 കൽപ്പന. അങ്ങനെ ദൈവം നൽകിയ 10 കൽപ്പന, അതിന് മാറ്റം വന്നില്ല. മറിച്ച് ഏത് കൽപ്പനയാണ് മാറ്റം വന്നത്? മോശയുടെ കൽപ്പനകൾക്ക്, മോശയുടെ പ്രമാണങ്ങൾക്ക് മാറ്റം വന്നു. നിങ്ങളുടെ മോശയുടെ പ്രമാണമല്ല അത്.
ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്തത്, മോശയോട് അരുളി ചെയ്തത് മോശ എന്ത് ചെയ്തു? രേഖപ്പെടുത്തുവാനിടയായി തീർന്നതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പന, അതിന് മാറ്റം വന്നില്ല, അതാണ് ആചരിക്കേണ്ടത്. മോശയുടെ പ്രമാണങ്ങൾക്ക് യാഗങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? മാറ്റം വന്നു എന്നാണ് ആമേൻ ഈ ശബത്തുകാരെന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ശബത്താചരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനം മുഖാന്തരം ദൈവം എന്ത് ചെയ്തു? പുതിയ ഒരു ഉടമ്പടി എന്ത് ചെയ്തു? സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തോടുകൂടെ ദൈവം പുതിയ ഒരു ഉടമ്പടി, പുതിയ നിയമം എന്ത് ചെയ്തു? ജനത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ഉളവാകുവാനിടയായി തീർന്നു. ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോടുള്ള ഇടപാടുകൾ നിർത്തിവെച്ചിട്ട് അവൻ ജാതികൾക്ക് തൻ്റെ രക്ഷയെ വെളിപ്പെടുത്തി. എന്തുകൊണ്ട്? രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി വന്ന യേശുവിനെ ഇസ്രായേൽ ജനം, യഹൂദന്മാർ അംഗീകരിക്കാതെ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം ഇസ്രായേലിനെ താൽക്കാലികമായി തള്ളിക്കളഞ്ഞു. എന്നേക്കുമുള്ള തള്ളിക്കളയലല്ല, നിത്യമായി അവരെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ താൽക്കാലികമായി യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു. ആ സ്ഥാനത്ത് ജാതികൾക്ക് ദൈവം എന്ത് ചെയ്തു? രക്ഷയ്ക്കുള്ള രക്ഷയെ എന്ത് ചെയ്തു? ജാതികൾക്ക് വെളിപ്പെടുത്തി. അതായത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു, അവൻ്റെ രക്ഷയെ തള്ളിക്കളഞ്ഞു, രക്ഷകനെ തള്ളിക്കളഞ്ഞു, രക്ഷകനെ ഉപേക്ഷിച്ചു കളഞ്ഞു, അവനെ ക്രൂശിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ആർത്തു. അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ എന്ന് അവരെന്ത് ചെയ്തു? പീലാത്തോസിൻ്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞു. അവർ കള്ളന് വേണ്ടി അപേക്ഷിച്ചു, നീതിമാനായ അവനെ തള്ളിക്കളഞ്ഞു. ബറാബാസിനെ മതി. ബറാബാസ് ആരാണ്? കള്ളനാണ്. യേശുവിനെ ക്രൂശിക്കുക എന്നവരെന്ത് ചെയ്തു? അവർ അലറി വിളിച്ചു. അങ്ങനെ നീതിമാനായ യേശുവിനെ ഇസ്രായേൽ ജനം തള്ളിക്കളഞ്ഞതുകൊണ്ട് പിതാവായ ദൈവം യഹൂദ ജാതിയെയും താൽക്കാലികമായി തള്ളിക്കളഞ്ഞു. ആ സ്ഥാനത്തേക്ക് ജാതികൾക്ക് രക്ഷയ്ക്കുള്ള ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. നമുക്ക് അധികാരമില്ലായിരുന്നു. ജാതികളായ നമുക്ക് അധികാരമില്ലായിരുന്നു. അധികാരവും അവകാശവും വാഗ്ദത്തവും നിയമങ്ങളും ന്യായപ്രമാണവും യഹൂദനുള്ളതായിരുന്നു, സ്വന്തം ജാതിക്കുള്ളതായിരുന്നു, സ്വന്തം ജനത്തിനുള്ളതായിരുന്നു. അബ്രഹാം മുഖാന്തിരം ദൈവം എന്ത് ചെയ്തു? ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. അതാണ് യഹൂദ ജാതി എന്ന് പറയുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിനെ അവർ തള്ളിയത് കൊണ്ട് ദൈവം രക്ഷജാതികളിലേക്ക് എന്ത് ചെയ്തു? ജാതികളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. അപ്പ, പിതാവേ എന്ന് വിളിക്കുവാൻ.
സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ തന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ആരല്ലായിരുന്നു? മക്കളല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം തന്നു. ഇതാണ് ദൈവത്തിൻ്റെ പുതിയ പദ്ധതി. ഇതാണ് ദൈവത്തിൻ്റെ പുതിയ പദ്ധതി. ഇതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സുവിശേഷം, നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. യഹൂദനും ജാതികൾക്കും ദൈവത്തിൻ്റെ മക്കൾ ആകണമെങ്കിൽ ഇതേ ഇനി ഒരു മാർഗമുള്ളൂ. യഹൂദന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഇനി അവർ ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ, അതായത് മണവാട്ടി സഭയുടെ അംഗമാകണമെങ്കിൽ, യഹൂദനായാൽ പോലും എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം, ഹൃദയത്തിൽ സ്വീകരിക്കണം, രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. എങ്കിലേ മണവാട്ടി പദത്തിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ, ദൈവപുത്രനാകുകയുള്ളൂ, ദൈവ മകളാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നു, ശബത്ത് ആചരിക്കുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാളിതുവരെ ഈ ഒരു ആചാരം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുകയല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? പാപ വിമോചകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മരക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സർവ്വ ആശ്വാസമായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവുമായിട്ട് വാക്കുകൾ കൊണ്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഞാനില്ല എന്നുള്ള ഒരു ജീവിതത്തിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? അധരം കൊണ്ടുള്ള ബഹുമാനമേ ഉള്ളൂ, അധരം കൊണ്ട് അവനെ സേവിക്കുന്നതേ ഉള്ളൂ, അധര ചർവണം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇല്ല എങ്കിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ചതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. യേശു നിങ്ങളെ അറിയുന്നില്ല എന്ന അന്ത്യദിനത്തിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി യേശു പറയും. പ്രൈസ് ദി ലോർഡ്. അവർ പറയും, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ കുരുടന് കാഴ്ച കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ അറിഞ്ഞു. അധരം കൊണ്ട് എന്നെ എന്ത് ചെയ്തു? ബഹുമാനിച്ചു. യേശുവേ യേശുവേ എന്നൊക്കെ വിളിച്ചു. കാര്യം ശരിയാ. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ഇല്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നിത്യ നരകത്തിന് ഓഹരിക്കാരായിത്തീരും. അതുകൊണ്ട് ശബത്ത് ആചരണമല്ല, ന്യായപ്രമാണ ആചരണമല്ല, പുതിയ നിയമത്തിൽ നമുക്കാവശ്യം കർത്താവിനെ സ്വീകരിച്ച്, ഹൃദയത്തിൽ സ്വീകരിച്ച്, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയത്തിൽ സ്വീകരിച്ച്, ഹൃദയത്തിൽ കൈക്കൊണ്ട് അവൻ്റെ ദൈവത്തിൻ്റെ മകനായി മകളായി തീരുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ സമയം അതിനുള്ള സമയമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുന്നുവെങ്കിൽ നിത്യന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ദൈവം എന്തു ചെയ്തു? യഹൂദനെ താൽക്കാലികമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ജാതികളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ മക്കളായി, യേശുവിൻ്റെ മണവാട്ടിയായി, സഭയായി, മണവാട്ടി സഭയായി എന്തു ചെയ്തു? ആമയെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ വേദപുസ്തകം പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നിങ്ങൾ എത്ര വലിയ സഭയിലാണെങ്കിലും, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിലും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അത് സഭയല്ല. വേദപുസ്തകത്തിലെ ഉപദേശമല്ല നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് സഭയല്ല. ക്രിസ്തുവിൻ്റെ സഭയോട് ചേരുവാൻ, മണവാട്ടി സഭയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം.
എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സഭയുടെ അംഗമായി തീരുകയുള്ളൂ. വേദപുസ്തകം, അപ്പോസ്തലന്മാരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 2 അധ്യായം 47 വാക്യത്തിൽ പറയുന്നു. 42 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവസഭയുടെ ഉപദേശമാണ് അപ്പോസ്തലനായ പത്രോസ്ലീഹ അവിടെ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. അതിലൊന്ന് മാനസാന്തരം, 2 രക്ഷ, 3 സ്നാനം. ഇന്ന് പല പെന്തിക്കോസുകാരും മാനസാന്തരവും പറയും, സ്നാനവും പറയും. രക്ഷിക്കപ്പെടുക എന്നുള്ള ഉപദേശം പെന്തിക്കോസുകാരും പറയത്തില്ല. പെന്തക്കോസ്തുകാരും അതിനെ വിസ്മരിച്ചു കളയുകയാണ്, മറന്നു കളയുകയാണ്. കാതലായ വിഷയമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. യേശുവിനോട് ചേരുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അതെന്ത് ചെയ്യുന്നില്ല, ഇവർ പഠിപ്പിക്കുന്നില്ല. ഇവർ പറയുന്നത് മാനസാന്തരപ്പെടുമ്പോൾ രക്ഷ ഓൾറെഡി ലഭിച്ചു എന്നാണ്. നോ, അങ്ങനെ ലഭിക്കുകയില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിനുണ്ടാകുന്ന മാറ്റം. പാപത്തിൻ്റെ വഴിയിൽ കൂടെ പോകുന്നയാൾ യേശുവിൻ്റെ വചനം കേട്ടു, ഇത് പാപത്തിൻ്റെ വഴിയാണെന്ന് മനസ്സിലായി തിരിഞ്ഞു പോകുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. തിരിഞ്ഞങ്ങോട്ട് പോകുന്നു, ക്രിസ്തുവിലേക്ക് വരുന്നത്. അതിനെ മാനസാന്തരം എന്ന് പറയുന്നു. പാപത്തെക്കുറിച്ച്, പാപം ചെയ്യില്ല എന്ന് പറയുന്നതും പാപത്തിൻ്റെ വഴികൾ വിട്ടുകളയുന്നതും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാണ്. മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിനെ ദൈവവും കർത്താവുമായി അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കണം. അതാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ പെന്തക്കോസ്തുകാർ രക്ഷിക്കപ്പെടുക എന്നുള്ള ഉപദേശത്തെ പാടെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ സഭകളിലുള്ള ഇന്ന് കടന്നു വരുന്നവരാരും എന്ത് ചെയ്യുന്നില്ല? രക്ഷിക്കപ്പെടുന്നില്ല. അവർ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, പിന്നെ സ്നാനപ്പെടുന്നു. രക്ഷ എന്നുള്ള ആ ഉപദേശം അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. നിങ്ങൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങൾ ആരാകത്തില്ല? ദൈവ പൈതലാകത്തില്ല, സഭയുടെ അംഗമാകത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സ്നാനപ്പെടണം. എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? കർത്താവായ യേശുവിനെ ജീവിതത്തിൽ ഏറ്റുപറയണം. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിനെ അപ്പോസ്തലനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 11 അധ്യായം 3 വാക്യത്തിൽ അതിനെ ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തീഷ്ണതയോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിനെ രക്ഷിക്കപ്പെടുന്നതിനെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്താണ് വിവാഹ നിശ്ചയം? വിവാഹ ദിവസം പള്ളിയിൽ വരുന്ന വരനോടും വധുവിനോടും കാർമ്മികൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ വലതുവശത്ത് നിൽക്കുന്ന ഇന്ന പുരുഷനെ നിന്റെ ഭാര്യയായി ഭർത്താവായി സ്വീകരിപ്പാൻ മനസ്സുണ്ടോ എന്ന് ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വധുവിനോടും ചോദിക്കുന്നു, നിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആര് പറയണം മനസ്സുണ്ടെന്ന്? വധുവും വരനും പറയണം മനസ്സുണ്ടെന്ന്. വധുവിന് വേണ്ടി അവളുടെ അമ്മയോ വരന് വേണ്ടി അവൻ്റെ പിതാവോ ഏറ്റുപറഞ്ഞാൽ അവിടെ വിവാഹം നടക്കുകയില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തീഷ്ണതയോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതിനോട് ഉപമിച്ചാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത്. 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം എന്ത് ചെയ്തു? ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഇന്നുള്ള ഉപദേഷ്ടാക്കന്മാരും സകലരും എന്ത് ചെയ്യുകയാണ്? സകലരെയും ഉപായത്താൽ ചതിക്കുകയാണ്. വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരൂ, വേദപുസ്തകം അനുസരിക്കൂ, ദൈവവചനം അനുസരിക്കൂ, രക്ഷ പ്രാപിക്കൂ, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയുടെ അംഗമായി തീരുവാൻ ശബത്ത് ആചരണം ആവശ്യമില്ല. ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ, ദൈവ പൈതലാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവസഭയുടെ അംഗമാകത്തുള്ളൂ. ഈ ദൈവസഭയെ ചേർക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. യേശു വീണ്ടും വരുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോകുമോ? കൈവിടപ്പെട്ടു പോയാൽ നിത്യനാശമായിരിക്കും. ആ നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനഭാഗങ്ങൾ ശ്രദ്ധിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ, യേശുവിൽ കൂടിയുള്ള വിടുതൽ കരസ്ഥമാക്കുവാൻ സ്വർഗം സഹായിക്കണം. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.